തമിഴ്നാട് കോട്ടുകൊള്ളൈ ഗ്രാമത്തിൽ ഇപ്പോൾ മുനമ്പത്തിന് സമാനമായ അവസ്ഥയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. 200 കുടുംബങ്ങളുടെ ഭൂമി വഖഫ് തങ്ങളുടേതാണെന്ന് അവകാശപ്പെട്ടിരിക്കുകയാണ്. ഇതിനെ ചൊല്ലി വൻ സംഘർഷം അവിടെ നടക്കുകയാണ്. അപ്പോൾ ഇത് മാത്രമല്ലാണ്ട് അവിടെ തമിഴ്നാട്ടിലെ ഒരു കോൺഗ്രസ് നേതാവ് ഈ വഖഫുകാരെ സപ്പോർട്ട് ചെയ്തിട്ട് സംസാരിക്കുന്നു. എന്തായിരിക്കും സാർ ഇതുമായി ബന്ധപ്പെട്ട് തമിഴ്നാട് രാഷ്ട്രീയത്തിനുണ്ടാവാൻ പോകുന്നത്? സാറിന് എന്താണ് തോന്നുന്നത്? തമിഴ്നാട്ടിൽ വെല്ലൂർ ജില്ലയിലെ ഉള്ള ഒരു ഗ്രാമമാണ് കോട്ടുകൊള്ള. അവിടെ ഏതാണ്ട് 200, ചില റിപ്പോർട്ടുകൾ പറയുന്നത് 150 എന്നാണ്, മറ്റു ചില റിപ്പോർട്ടുകൾ പറയുന്നത് 200 കുടുംബങ്ങൾക്ക് കുടിയൊഴിപ്പിക്കൽ നോട്ടീസ് കിട്ടിയിരിക്കുകയാണ്. അത് ആ പ്രദേശത്തുള്ള ഒരു സയ്യദ് അലി ദർഗ, ഒരു മസ്ജിദിന്റെ ഭാരവാഹികളാണ്. ആ മസ്ജിദിന്റെ കെയർടേക്കർ ആയിരിക്കുന്ന സയ്യദ് സദാം എന്ന് പറഞ്ഞാൽ സദാം എന്ന് തന്നെയാണ് തമിഴിൽ, അത് ദായിക്ക് വരും തായാണ്. അപ്പൊ സയ്യദ് സദാം എന്ന് പറയുന്ന ഒരു കെയർടേക്കറാണ് ഇവർക്കൊക്കെ നോട്ടീസ് അയച്ചിരിക്കുന്നത്. സയ്യദ് സദാമിന്റെ അവകാശവാദം ഇത് 1950 മുതൽ ഇത് വഖഫ് ഭൂമിയാണെന്നും അതുകൊണ്ട് നിങ്ങൾ താമസിക്കുന്ന ഭൂമിക്ക് എനിക്ക് നിങ്ങൾ വാടക തരണമെന്നുമാണ്. പക്ഷെ ഈ പ്രദേശവാസികൾ പറയുന്നത് തങ്ങൾ 4 തലമുറകളായിട്ട് ഈ ഭൂമിയിൽ താമസിക്കുന്ന ആൾക്കാരാണ്. തങ്ങൾ എന്തിനാണ് ഇതുവരെ ഞങ്ങൾ കേട്ടറിവ് പോലും ഇല്ലാത്ത ഒരു വ്യക്തിക്ക് ഞങ്ങൾ വാടക നൽകുന്നത് എന്തിനാണ്? ഈ സയ്യദ് സദാമിന്റെ പിതാവ് 2021 വരെ ഈ ദർഗയുടെ ചുമതലക്കാരൻ, അതായത് കെയർടേക്കർ ആയിരുന്നു. അദ്ദേഹം ജീവിച്ചിരുന്ന കാലത്ത് അദ്ദേഹം ഇവരിൽ നിന്നും വാടക ഈടാക്കാൻ ഒരു ശ്രമവും നടത്തിയിട്ടില്ല. അപ്പോൾ ഈ ഉണ്ടിരുന്ന ഇദ്ദേഹത്തിന് പെട്ടെന്ന് എന്താണ് ഇങ്ങനെ ഒരു വിളി തോന്നിയത്? അതാണ് കോട്ടുകൊള്ളൈ ഗ്രാമവാസികൾക്ക് ഉള്ള സംശയം. ഇതിനിടയിൽ ഈ കുളം കലങ്ങി കിടക്കുകയാണെന്ന് കണ്ടപ്പോൾ മീൻ പിടിക്കാനായിട്ട് അവിടെ ഉള്ള ഒരു തമിഴ്നാട്ടിലെ ഒരു കോൺഗ്രസ് MLA അദ്ദേഹം രംഗത്തെത്തി. കോൺഗ്രസ് MLA ആയ ഹസൻ ആണ് പിന്നെ ഈ വിഷയത്തിൽ വഖഫ് അധികാരികൾക്ക് പിന്തുണയുമായിട്ട് രംഗത്തെത്തിയിരിക്കുന്നത്. അപ്പോൾ ശ്രീമാൻ ഹസൻ സാഹിബിന്റെ അഭിപ്രായത്തിൽ ഈ ഭൂമി എന്ന് പറയുന്നത് പിന്നെ ശരിക്കും വഖഫ് ഭൂമി തന്നെയാണ്. ഒരിക്കൽ വഖഫ് ഭൂമിയാക്കിയാൽ പിന്നെ ആ ഭൂമി മാറ്റാൻ പറ്റത്തില്ല എന്നാണ് ഹസൻ സാഹിബിന്റെ അഭിപ്രായം. പക്ഷെ അദ്ദേഹം ഒരു സൗജന്യം, ഒരു മഹാമനസ്കത അദ്ദേഹം ഓഫർ ചെയ്യുന്നുണ്ട്. എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾ അവിടെ താമസിച്ചു, തൽക്കാലം നിങ്ങളെ ആരും കുടിയിറക്കാനൊന്നും വരുന്നില്ല, നിങ്ങൾക്ക് വേണമെങ്കിൽ ഇവിടെ താമസിക്കാം, പക്ഷേ നിങ്ങൾ വാടക തരേണ്ട വരും, കാരണം ഇത് വഖഫ് ഭൂമിയാണ്. അപ്പം ഞാൻ അതാണ് പറഞ്ഞത്. അവിടുത്തെ രാഷ്ട്രീയ ഇമ്പാക്റ്റിനെ കുറിച്ച് ചോദിച്ചല്ലോ, അതിൻ്റെ ആദ്യത്തെ രാഷ്ട്രീയ ഇമ്പാക്റ്റാണ് ഞാൻ ഈ പറഞ്ഞത്. ഈ കോൺഗ്രസിൻ്റെ ഒരു MLA പിന്നെ ഈ വഖഫ് അധികാരികൾക്ക് പിന്തുണയുമായിട്ട് രംഗത്തെത്തിയിരിക്കുന്നു. ഇനി ഇതിന് മറുഭാഗത്ത് തീർച്ചയായിട്ടും BJPയും അതുപോലെ ഹിന്ദു മുന്നണിയുമുണ്ട്. അപ്പോൾ അവര് കളക്ടർക്ക് ഒരു നിവേദനം കൊടുത്തിട്ടുണ്ട്. കളക്ടർ തൽക്കാലം എന്തായാലും ഈ പ്രശ്നത്തിൽ ഇടപെട്ട കളക്ടർ അഭിപ്രായപ്പെട്ടിരിക്കുന്നത്, നിങ്ങൾ എന്തായാലും ഈ പിന്നെ വഖഫ് പറഞ്ഞ രീതിയിൽ അവർക്ക് ഒരു കാരണവശാലും നിങ്ങൾ വാടകയൊന്നും കൊടുക്കേണ്ട കാര്യമില്ല. കാരണം നിങ്ങൾ തലമുറകളായിട്ട് ഈ ഭൂമിയുടെ മേൽ അവകാശവാദം ഉള്ള ആൾക്കാരാണല്ലോ. അപ്പം നിങ്ങൾ തീർച്ചയായിട്ടും അവർക്ക് പിന്നെ വാടക കൊടുക്കുക, അല്ലെങ്കിൽ മറ്റു രീതിയിലുള്ള എന്തെങ്കിലും നഷ്ടപരിഹാരമോ പണമോ ഒന്നും കൊടുക്കേണ്ട കാര്യമില്ല എന്ന് വളരെ വ്യക്തമായിട്ടുള്ള ഒരു ഉത്തരവ് വെല്ലൂർ കളക്ടർ ഇറക്കിയതായിട്ടാണ് നമുക്ക് മാധ്യമങ്ങളിൽ നിന്നും മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇത് തമിഴ്നാട്ടിലെ ആദ്യത്തെ സംഭവമല്ല. ശരിക്കും തിരുച്ചെന്തുറ എന്ന് പറയുന്ന മറ്റൊരു സ്ഥലത്ത് ഇതേ സംഭവം കുറച്ചു നാളിന് മുമ്പ് വഖഫ് ബോർഡ് പരീക്ഷിച്ച് നോക്കിയതാണ്. അതായത് തിരുച്ചെന്തുറയിലെ കുടുംബങ്ങൾക്ക് മാത്രമല്ല, അവിടെ 1500 കൊല്ലം പഴക്കമുള്ള അവിടുത്തെ പിന്നെ ചന്ദ്രശേഖര സ്വാമി ക്ഷേത്രവും തങ്ങളുടേതാണ് എന്ന് വഖഫ് അധികാരികൾ അവകാശവാദം ഉന്നയിച്ചിരുന്നു. പക്ഷെ അവിടെയും ശക്തമായ പൊതുജനങ്ങളുടെ ഭാഗത്തു നിന്നും ശക്തമായ ചെറുത്തുനിൽപ്പുണ്ടായി. അങ്ങനെ ചെറുത്തുനിൽപ്പുണ്ടായതിനെ തുടർന്ന് വഖഫ് അധികാരികൾ പിൻവാങ്ങുകയും ഇവർക്ക് യാതൊരു രീതിയിലുള്ള നഷ്ടപരിഹാരമോ അല്ലെങ്കിൽ അവരാവശ്യപ്പെട്ടതുപോലെ വാടകയൊന്നും കൊടുക്കാൻ ഗ്രാമവാസികൾ
തിരുച്ചെന്തുറൈ ഗ്രാമവാസികൾ തയ്യാറായില്ല. ഇതാണ് ആ തിരുച്ചെന്തുറയിലെ പിന്നെ ഒരു അവസ്ഥ. ഈ തിരുച്ചെന്തുറയ്ക്ക് പിന്നാലെയാണ് ഇപ്പോൾ കോട്ടുകൊള്ളയിൽ ഇതേ തന്ത്രവും അടവുമായിട്ട് വഖഫ് അധികാരികൾ രംഗത്തിറങ്ങിയിരിക്കുന്നത്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ തമിഴ്നാട് രാഷ്ട്രീയത്തിൽ ഇത് വലിയൊരു ചലനം വരുന്ന ആളുകൾ ഉണ്ടാക്കും എന്നുള്ളതിൽ എനിക്കൊരു സംശയവുമില്ല. കാരണം ഈ വഖഫിന്റെ ഒരു പിന്നെ വഖഫ് ബോർഡ് നാട്ടിലെ ഭൂമിയൊക്കെ തങ്ങളുടേതാണെന്ന് പറയും എന്ന വാർത്തകളൊക്കെ പലപ്പോഴും അതൊരു കോൺസ്പിറസി തിയറിയാണ്. അങ്ങനെയൊന്നും സംഭവിക്കാൻ പോകുന്നില്ല. അത് BJPയും സംഘപരിവാറും ചേർന്ന് നടത്തുന്ന ഒരു പ്രചരണ തന്ത്രമാണ്. തങ്ങളിലേക്ക് ആൾക്കാരെ ആകർഷിക്കാനും ആൾക്കാരുടെ സമൂഹത്തിന്റെ ഇടയിൽ ഭിന്നത ഉണ്ടാക്കാനും വേണ്ടി ചെയ്യുന്ന ഒരു പ്രവൃത്തിയാണ് എന്നൊക്കെ ആയിരുന്നു നമ്മൾ ഈ അടുത്ത കാലം വരെ പലപ്പോഴും മതേതര പാർട്ടികളെന്ന് നമ്മൾ വിശേഷിപ്പിക്കുന്ന പാർട്ടികളൊക്കെ തന്നെ പറയുന്നത്. പക്ഷെ അത് വെറും ഒരു ഉമ്മാക്കിയൊന്നും അല്ല. ഇത് വളരെ യാഥാർത്ഥ്യമാണെന്ന് തിരുച്ചെന്തുറയിലെയും അതുപോലെ കോട്ടുകൊള്ളയിലെയും സംഭവങ്ങൾ വെളിപ്പെടുത്തുന്നത്. ഇവിടെയൊക്കെ താമസിക്കുന്ന ജനങ്ങൾ ഇന്നോ ഇന്നലെയോ അല്ല അവിടെ താമസിക്കാൻ തുടങ്ങിയത്. ഞാൻ പറഞ്ഞത് അവർ തലമുറകളായിട്ട് അവിടെ താമസിക്കുക, അവരുടെ അച്ഛൻ അപ്പൂപ്പന്മാരായിട്ട് അവിടെ താമസം തുടങ്ങിയിരുന്ന അത് അതിൽ പലർക്കും തങ്ങളെ ഏത് കാലഘട്ടത്തിലാണ് തങ്ങളുടെ പൂർവികർ അവിടെ താമസം തുടങ്ങിയത് പോലും അറിയാമേ. കാരണം അങ്ങനെ നൂറ്റാണ്ടുകളായിട്ട് അവിടെ താമസിക്കുന്നവരുണ്ട്. അപ്പോൾ അത്തരം ആൾക്കാരെ പോലും ഒരു സുപ്രഭാതത്തിൽ ഞെട്ടിച്ചുകൊണ്ട് ആണ് ഇത്തരം അവകാശവാദങ്ങളൊക്കെ വരുന്നത്. നമുക്ക് തിരുച്ചെന്തുറയുടെ കാര്യം എടുത്താൽ, തിരുച്ചെന്തുറയിൽ ഒരു ഗ്രാമീണൻ തൻ്റെ പേരിലുള്ള സ്ഥലം അത് വിൽക്കാൻ വേണ്ടി ശ്രമിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ മകളുടെ വിവാഹവും മറ്റോ എന്ത് സംബന്ധിച്ചാണ് ആ വിൽപ്പനയ്ക്ക് അദ്ദേഹം ശ്രമിച്ചത്. അങ്ങനെ അദ്ദേഹം പിന്നെ വില്ലേജ് ഓഫീസിൽ പോകുന്നു, നോ ഒബ്ജക്ഷൻ സർട്ടിഫിക്കറ്റ് വാങ്ങിക്കാനായിട്ട് ശ്രമിക്കുന്നു. അപ്പോഴാണ് റവന്യൂ അധികാരികൾ അദ്ദേഹത്തിനോട് പറയുന്നത്, ഈ ഭൂമിക്ക് മേൽ വഖഫിന്റെ അധികാരമുണ്ട്, അവകാശമുണ്ട്, നിങ്ങൾക്ക് അങ്ങനെ ഇത് വിൽക്കാൻ നോ ഒബ്ജക്ഷൻ സർട്ടിഫിക്കറ്റ് തരാൻ പറ്റില്ല എന്ന്. ഇതിനെ തുടർന്നാണ് ഈ കാര്യങ്ങൾ അവിടെ വെളിയിലാകുന്നത്. അപ്പോൾ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായില്ലായിരുന്നെങ്കിൽ, അല്ലെങ്കിൽ ഇപ്പോഴത്തെ ഈ രാജ്യമെമ്പാടുമുള്ള ഈ വഖഫിന്റെ പിന്നെ കടന്നുകയറ്റങ്ങളെക്കുറിച്ചുള്ള അതിക്രമങ്ങളെക്കുറിച്ചുള്ള ചർച്ചകളും അതുപോലെ വിവാദങ്ങളും ഒന്നും ഇല്ലായിരുന്നെങ്കിൽ ഇത് ആ ഒരു ചെറിയ പ്രദേശത്ത് മാത്രം ഒതുങ്ങി നിൽക്കുന്ന ഒരു വാർത്തയും സംഭവമായിട്ട് മാറിപ്പോകും. അപ്പോൾ ഇത് അങ്ങനെ അല്ലാതെ ഇത് തമിഴ്നാട് മുഴുവൻ ഈ വിഷയം അറിയുകയും ഇത് മാധ്യമ ശ്രദ്ധകളിൽ വരികയും രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ ഈ വിഷയത്തിൽ ഇടപെടുകയും ചെയ്യാനുണ്ടായ സാഹചര്യം, അത് ശരിക്കു പറഞ്ഞാൽ ഇന്ന് നമ്മുടെ നാട്ടിൽ വഖഫിനെ കുറിച്ചുള്ള ചർച്ചകളും വിവാദങ്ങളും ഉണ്ടാക്കിയ അവബോധമാണ്. ആ അവബോധമാണ് തീർച്ചയായിട്ടും ഇതിന് പരിഹാരത്തിലേക്ക് നയിച്ചത്. അപ്പോൾ ഇവിടുത്തെ പല രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളും പറയുന്നത് പോലെ നിങ്ങൾ ഇതൊന്നും മിണ്ടണ്ട, നിങ്ങൾ തൽക്കാലം കണ്ണടച്ചിരുന്നാൽ മതി, നിങ്ങളെ ഈ ഭൂമിയിൽ നിന്നും ആരും ഇറക്കി വിടില്ല എന്നൊക്കെ ഉള്ളത് കേട്ട് മിണ്ടാതിരുന്നാൽ മുനമ്പത്ത് മാത്രമല്ല തിരുച്ചെന്തുറയിലും കോട്ടുകൊള്ളയിലും ഇനി ഇന്ത്യയുടെ പല ഭാഗത്തും ഇത്തരം പ്രവർത്തികൾ ആവർത്തിക്കുകയും സ്വാഭാവികമായിട്ടും ഇതിൻ്റെ വിക്ടിംസായിട്ട് ഇരകളാകുന്നവർക്ക് നീതി നിഷേധിക്കുകയും മാത്രമല്ല അവരെ കുറ്റപ്പെടുത്തുകയും ചെയ്യുന്ന ഒരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ എത്തും. അപ്പോൾ തങ്ങളുടെ നേരെയുള്ള അതിക്രമങ്ങളുടെ നേരെ കണ്ണടക്കുകയും മതേതരത്വം സംരക്ഷിക്കാനായിട്ട് ഇത് വെളിയിൽ പറയണ്ട എന്ന് ചിന്തിക്കുകയും ചെയ്യുന്ന ആൾക്കാർക്ക് അവർക്ക് ഉള്ള ഒരു മുന്നറിയിപ്പാണ് ഇത്. നിങ്ങളുടെ സ്വന്തം ഭൂമിയുടെ കിടപ്പാടം പോലും നിങ്ങൾക്ക് നഷ്ടപ്പെടാം. അതാണ് ഈ ഉദാഹരണങ്ങളൊക്കെ കാണിക്കുന്നത്. തീർച്ചയായിട്ടും തമിഴ്നാട് രാഷ്ട്രീയത്തിൽ വരുന്ന ദിവസങ്ങളിൽ ഇത് ചർച്ചയാവും. ഇത് ചർച്ച ചെയ്താൽ മതേതരത്വം തകരുമെന്നൊന്നും പറയല്ലേ. കാരണം ഇത് ജീവിതത്തിന്റെ പ്രശ്നമാണ്, ഇത് ഒരു കിടപ്പാടത്തിന്റെ പ്രശ്നമാണ്, ഇത് ഒരു നിലനിൽപ്പിന്റെ ചോദ്യമാണ്. ഈ ചോദ്യത്തിന് രാഷ്ട്രീയക്കാരല്ല മറുപടി പറയേണ്ടത്. ഇതിന്റെ ഇരകൾക്ക് തങ്ങളുടെ സ്വത്തും ജീവനും സംരക്ഷിക്കാനുള്ള അവകാശം ഭരണഘടനാപരമായിട്ടുണ്ട്. അവർ തന്നെയാണ് അവരുടെ സ്വത്തും ജീവനും സംരക്ഷിക്കാൻ മുന്നോട്ടിറങ്ങുന്നത്. അവരുടെ പിന്നിൽ അണിനിരക്കാൻ രാഷ്ട്രീയക്കാർ ഇന്നല്ലെങ്കിൽ നാളെ നിർബന്ധിതമാവും. ഇതാണ് തമിഴ്നാടിലെ പിന്നെ ഇപ്പോഴത്തെ തിരുച്ചെന്തുറയിലെയും അതുപോലെ കോട്ടുകൊള്ളയിലെയും പ്രക്ഷോഭങ്ങളുടെ പാഠം എന്നാണ് ഞാൻ കരുതുന്നത്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.